ഇന്ന് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു താരത്തെക്കുറിച്ചല്ല, ഒരു സ്റ്റൈലിഷ് ഹീറോയെ കുറിച്ചല്ല, ഒരു ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ കുറിച്ച ഒരു സൂപ്പർ താരത്തെക്കുറിച്ചല്ല, മലയാള സിനിമയെ ചിരിപ്പിച്ചും അതേസമയം അസ്വസ്ഥരാക്കിയുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ്. അതെ, ശ്രീനിവാസനെ കുറിച്ച്. നന്മ നിറഞ്ഞവൻ ശ്രീനിവാസനാണ് താരം. പ്രിയ ശ്രീനിയേട്ടന് വിട പറയുന്നു. ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ആ നടന് ഇനി മറ്റൊരു നടൻ പകരമാവില്ല. അതാണ് ശ്രീനിവാസൻ. അദ്ദേഹം നമ്മളെ ചിരിപ്പിക്കുമ്പോൾ നമ്മളെ തന്നെ പരിഹസിപ്പിച്ച നടനാണ്. നമ്മൾ കൈകൊട്ടുമ്പോൾ നമ്മുടെ ചിന്തകളിൽ ഒരു ചോദ്യം കുത്തിവെച്ച എഴുത്തുകാരനാണ്. സിനിമ വെറും വിനോദമല്ല, സമൂഹത്തെ കാണിക്കുന്ന കണ്ണാടിയാണ് എന്ന് വിശ്വസിച്ച ഒരാൾ. 1956 ഏപ്രിൽ 6 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് ശ്രീനിവാസൻ ജനിക്കുന്നത്. ഒരു സാധാരണ മലയാളി കുടുംബത്തിൽ അത്യധികം സൗകര്യങ്ങളില്ല, പക്ഷെ ചിന്തിക്കാൻ സ്വതന്ത്രമായി ഉണ്ടായിരുന്ന ഒരു ബാല്യം. സ്കൂൾ പഠനകാലത്ത് തന്നെ ശ്രീനിവാസൻ ശ്രദ്ധിക്കപ്പെട്ടത് സംസാരത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയുമാണ്. അദ്ദേഹം ആളുകളെ ശ്രദ്ധിച്ചു. ബസ്സിലിരിക്കുന്നവരെ, ചായക്കടയിൽ നിൽക്കുന്നവരെ, വഴക്കിടുന്ന ദമ്പതികളെ എല്ലാവരെയും സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നു. ഈ നിരീക്ഷണങ്ങളാണ് പിന്നീട് മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളായി മാറിയത്. കോളേജ് കാലഘട്ടത്തിൽ ശ്രീനിവാസൻ കടന്നുപോകുന്നത് നാടകത്തിലേക്കാണ്. പക്ഷേ അത് സ്റ്റേജ് നാടകമല്ല, തെരുവു നാടകങ്ങൾ. അവിടെ കാണുന്ന ജീവിതങ്ങൾ, തൊഴിലാളികൾ, പാവങ്ങൾ, ചൂഷണത്തിനിരയായ മനുഷ്യർ. ഇവിടെ നിന്നാണ് ശ്രീനിവാസൻ പഠിച്ചത്. ഇടതുപക്ഷ ചിന്തകൾ അദ്ദേഹത്തിന്റെ എഴുത്തിൽ അടിസ്ഥാനമായി മാറി. സിനിമയിലെത്തുമ്പോൾ ശ്രീനിവാസൻ വന്നത് ഒരു ഹീറോയാകാനല്ല, നമ്മളിൽ ഒരാളായി മാറാനാണ്. ചെറിയ വേഷങ്ങൾ, സാധാരണ മനുഷ്യർ, പിന്നണി കഥാപാത്രങ്ങൾ. പക്ഷേ ഓരോ വേഷത്തിലും നമ്മൾ കണ്ടത് നമ്മളെ തന്നെയാണ്. ഇതോടെ മലയാള സിനിമയിലേക്ക് ഒരു പുതിയ മുഖം ലഭിക്കുന്നു ശ്രീനിവാസന്റെ അഭിനയത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം അഭിനയിക്കുന്നില്ല, ജീവിക്കുകയാണ്. ഡയലോഗ് പറയുന്നില്ല, സംസാരിക്കുകയാണ്. ഉദാഹരണങ്ങൾ: വടക്കു നോക്കി യന്ത്രം, പുരുഷഹങ്കാരത്തിന്റെ നഗ്നരൂപം, ചിന്താവിഷ്ടയായ ശ്യാമള, കുടുംബ വ്യവസ്ഥയുടെ ശ്വാസമുട്ടൽ, സന്ദേശം, രാഷ്ട്രീയ പാർട്ടികളുടെ കപടത. ഈ കഥാപാത്രങ്ങൾ ഹാസ്യമാണ്, പക്ഷേ വേദനയുമാണ്. തിരക്കഥാകൃത്ത് ശ്രീനിവാസൻ. ഇവിടെയാണ് ശ്രീനിവാസൻ മലയാള സിനിമയെ പൂർണ്ണമായി മാറ്റിയത്. അദ്ദേഹത്തിന്റെ തിരക്കഥകൾ നമ്മളോട് ചോദിച്ചു: നിങ്ങൾ ശരിക്കും പുരോഗമനവാദികളാണോ? നിങ്ങൾ മനുഷ്യരെയാണോ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആശയങ്ങളെ മാത്രമാണോ? ആ പ്രധാനപ്പെട്ട സിനിമകളെ കുറിച്ചാണ്. സന്ദേശം, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെ അക്കരെ അക്കരെ. ചിരിച്ചുകൊണ്ട് നമ്മളെ കുത്തുന്ന സിനിമകളല്ലേ? ശ്രീനിവാസൻ സംവിധായകനായപ്പോൾ ക്യാമറ പോലും ഒരു നിരീക്ഷകനായി. ഉദയനാണ് താരം മലയാള സിനിമയെ തന്നെ പരിഹസിച്ച ചിത്രം. താരങ്ങളല്ല, കഥയാണ് താരമെന്ന് പ്രഖ്യാപിച്ച സംവിധായകൻ, സാമൂഹിക വിമർശകൻ. ശ്രീനിവാസൻ പൊതുവേദികളിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ ഏറെ വിവാദവുമായി. പക്ഷെ അദ്ദേഹം ഒരിക്കലും സുഖകരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അസൗകര്യമുണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആരോഗ്യ പ്രശ്നങ്ങൾ, സ്ട്രോക്ക്, വേദികളിൽ നിന്ന് അകലം. എന്നിട്ടും അദ്ദേഹം തോറ്റില്ല. മൗനത്തിലൂടെയും അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്: ശ്രീനിവാസൻ ഒരു നടനല്ല, ഒരു കാലഘട്ടമാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മളെ ചിരിപ്പിക്കും, പക്ഷെ ഉറങ്ങാൻ അനുവദിക്കില്ല. നമ്മൾ ചിരിക്കുന്നിടത്ത് ശ്രീനിവാസൻ ചിന്തിപ്പിക്കുന്നു. പ്രിയ ശ്രീനിയേട്ടന് വിട. നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ. അതെ, ശ്രീനിവാസനാണ് താരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.